ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ വരുൺ തന്റെ രാധയെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലോ, ഒപ്പം ഫോട്ടോഗ്രാഫിയും. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുക. വെള്ളച്ചാട്ടവും കാടും കൊണ്ടും മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതേ സ്ഥലത്താണ് നമ്മുടെ രാധിക കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ വരുൺ കാണാണ്. വരുൺ അപ്പൊ തന്നെ ക്യാമറയിലെ കുറെ സ്റ്റിൽസ് എടുക്കുന്നുണ്ട്. ആസ്വദിച്ച് ഫോട്ടോ എടുക്കാൻ ഒരാൾ അവിടെ ആസ്വദിച്ച് ഡാൻസ് പഠിപ്പിക്കുക. പെട്ടെന്ന് കാല് വഴുതി വീഴാണ് രാധിക. അയ്യോ ചേച്ചി എന്ന് പറഞ്ഞ് കുട്ടികൾ ചുറ്റിലേക്കും വരിക. വരുണും അയ്യോ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരികയാണ്. രാധിക പറയും കുഴപ്പമില്ല, സാരമില്ല, മുറിഞ്ഞോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോ ഇല്ല. അപ്പോഴേക്കും വരുൺ അങ്ങോട്ട് വരും. എഴുന്നേക്കല്ലേ, ഒരു മിനിറ്റ് അനങ്ങല്ലേ എന്ന് പറഞ്ഞ് ആ വീണിരിക്കുന്ന രാധികയുടെ കുറച്ച് ഫോട്ടോസ് കൂടെ എടുക്കുക. രാധികയും കൂട്ടുകാരും അന്തം വിടുന്നുണ്ട്. ഏയ് എന്റെ ഫോട്ടോ എടുക്കല്ലേ, നിങ്ങൾ ആരാ? അപ്പോഴേക്ക് വരുണേ കിടന്നുകൊണ്ടൊക്കെയാണ് ഫോട്ടോസ് എടുക്കുന്നത്. പിടിക്ക് എന്ന് പറഞ്ഞ് രാധിക ഒരുവിധം കുട്ടികളെ കൈപിടിച്ച് എഴുന്നേൽക്കുക. രാധികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. വരുൺ അപ്പോഴും ഭയങ്കര ഹാപ്പി, ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കുക. ഇയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. രാധിക അപ്പൊ ഇങ്ങനെ തുറച്ചു നോക്കും. വരുൺ പറയും അതെ, എന്റെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഭംഗിയുള്ള കാഴ്ച കണ്ടാൽ അത് അപ്പൊ പകർത്തിയെടുക്കണം. രാധിക പറയും അതെ, നല്ല തല്ല് കിട്ടാത്തന്റെ അസുഖ കേട്ടോ. മക്കളെ നിങ്ങൾ നമസ്കാരം ചെയ്, നമുക്ക് മതിയാക്കാം എന്ന് പറഞ്ഞ് അവര് നിൽക്കുമ്പോഴേക്കും വരുൺ പറയും ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തോട്ടെ. കുട്ടികളെ നമസ്കാരം ചെയ്യാനും രാധിക ഇപ്പൊ സമ്മതിക്കുന്നില്ല. മതി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് എല്ലാരെയും കൂട്ടി പോവാണേ. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പോവല്ലേ എന്നും പറഞ്ഞ് വരുൺ വീണ്ടും ഫോട്ടോ എടുക്ക. രാധിക പറയും തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ, ഇനി ഫോട്ടോ എടുക്കരുത്. ദേ ഈ കുട്ടികളുടെ അച്ഛന്മാരൊക്കെ വന്നാലേ തന്റെ ക്യാമറ തല്ലി പൊളിക്കും. അപ്പോഴും ഒരു കള്ളച്ചിരിയോട് കൂടി വരുൺ വീണ്ടും ഫോട്ടോ എടുക്കണേ. വേണ്ട എന്ന് പറഞ്ഞ് രാധിക നടന്നു പോവും. അങ്ങനെ നടന്നു പോകുന്നതിനിടയില് രാധികയുടെ കാലിലെ പാദസരം താഴെ വീഴണേ. ഇത് വരുൺ കാണുന്നുണ്ട്. രാധിക പോയി കഴിഞ്ഞാല് അങ്ങോട്ട് ചെന്നാ പാദസരം എടുക്ക. നിക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും രാധിക തിരിഞ്ഞു പോലും നോക്കാണ്ട് പോവാ. കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. വരുൺ അതൊന്നും കാര്യാക്കാണ്ട് ആ പാദസരം എടുത്ത് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവാ. അങ്ങനെ ഇപ്പോ രാത്രി ആയിട്ടുണ്ട്. രാധിക പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാ. അങ്ങനെ കിടക്കാൻ നേരത്തും മനസ്സിലേക്ക് വരുണാണ് ഓടി വരുന്നത്. വരുണിനെ അവിടെ വെച്ച് കണ്ടതും അനുവാദം കൂടാതെ ഫോട്ടോ എടുത്തതൊക്കെ ഇപ്പൊ രാധിക എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോ രാധികയ്ക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ വരികയാണ്. ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴായിരിക്കും ചേച്ചി എന്ന് വിളിച്ചോണ്ട് പ്രിയ കഥകിന് മുട്ടുന്നേ. രാധിക വാതിൽ തുറന്നു കൊടുക്ക. പ്രിയ അവിടെ വന്നിരിക്കും. രാധികയ്ക്ക് എന്താ, എന്നോട് പിണക്കാണോ? രാധിക ഒന്നും പറയാണ്ടിരിക്കുമ്പോ ചേച്ചി എന്ന് സോപ്പിട്ട് വിളിക്ക. രാധിക പറയും നീ പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നീ അവകാശത്തിന്റെ കണക്ക് പറയും. വെറുതെ എന്തിനാ? പ്രിയ പറയും സോറി ചേച്ചി, എന്തെങ്കിലും ഒരു കള്ളം പിടിക്കപ്പെട്ടാലേ പിടിച്ചു നിൽക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നേ. രാധിക പറയും പക്ഷെ മറ്റുള്ളവർ എത്രമാത്രം നോവുന്നുണ്ടെന്ന് നീ ഓർക്കാറുണ്ടോ? പ്രിയ പറയും അതിപ്പോ ദേഷ്യം വന്നാ ഞാൻ എന്തൊക്കെയോ പറയാറ്, അച്ഛനോടും അമ്മയോടും വരെ ഞാൻ എന്തൊക്കെയോ പറയാറില്ലേ, ഇതും അങ്ങനെ കണ്ടാ മതി. ചേച്ചി എന്നോട് ക്ഷമിക്ക് ചേച്ചി. അപ്പോഴും രാധിക ഒരു പിണക്കത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ പ്രിയ അടുത്തേക്ക് ചെല്ല. എന്റെ പൊന്നു ചേച്ചിയല്ലേ, ക്ഷമിച്ചൊന്ന് പറയേ. എന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ചേച്ചിയാണ്. ചേച്ചി കൂടെ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. പ്ലീസ് എന്നോട് ക്ഷമിച്ചൊന്ന് പറ. അപ്പൊ രാധിക പറയും ക്ഷമിച്ചു. പ്രിയ പറയും ഇനി ഞാൻ ഒന്നും പറയില്ല കേട്ടോ, എന്നാ നീ പോയി കിടന്നോ. പ്രിയ പറയും കിടക്കാറായില്ല, നാളെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അയ്യോ ഞാനില്ല, നിനക്ക് എന്ത് ഹെൽപ്പ് ചെയ്താലും മറ്റുള്ളവരുടെ മുന്നില് അത് എന്റെ കുറ്റമായി മാറും. പ്രിയ പറയും അയ്യോ ഇതങ്ങനെയൊന്നുമല്ല, ഒരു കുഞ്ഞു കാര്യം. എന്താ? പ്രിയ പറയും കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡീഷന് പോയിരുന്നില്ലേ, അവിടെ ഷരത്ത് കൊടുത്തത് നമ്മുടെ ലാൻഡ് നമ്പറാ. നാളെ അവരതിൽ വിളിക്കും. രാധികയ്ക്കും അതിനെ. പ്രിയ പറയും എനിക്ക് ക്ലാസ്സിൽ പോവാതെ പറ്റില്ലല്ലോ, നാളെ അവര് വിളിക്കുമ്പോ അവരെന്താ പറഞ്ഞെന്നേ. നാളെ ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാ മതി. തിരിച്ചൊന്നും പറയണ്ട, വേറെ ആരെങ്കിലും ഫോൺ എടുത്താലേ എന്റെ എല്ലാ പരിപാടിയും വെള്ളത്തിലാവും. അതുകൊണ്ട് ചേച്ചി നാളെ ഫോണിന്റെ അടുത്തുനിന്ന് മാറാനേ പാടില്ല. ഇത് കേൾക്കുമ്പോ തന്നെ രാധിക ഞെട്ടുക. എന്നെ കൊണ്ടൊന്നും പറ്റില്ല കൃഷ്ണ എന്ന് വിളിച്ച് കട്ടില് കയറിയിരിക്കുക. പ്രിയ വീണ്ടും സോപ്പിടാ. ചേച്ചി എനിക്ക് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടല്ലേ. ഇയാളുടെ വിഷമം പറയുന്ന മാതിരി ഞാൻ എന്റെ വിഷമങ്ങളും പറഞ്ഞതാ. പ്ലീസ് ചേച്ചി ഈ ഒരൊറ്റ കാര്യം കൂടി ചെയ്താൽ മതി, പിന്നെ ഞാൻ ചേച്ചി ഒന്നിനും ബുദ്ധിമുട്ടിക്കില്ല. സത്യം പ്ലീസ് ചേച്ചി പ്ലീസ്. അവര് വിളിക്കുമ്പോഴേ ഫോണിനകത്ത് തന്നെ ഉണ്ടാവണം, സമ്മതിച്ചോ? പ്ലീസ് ചേച്ചി. അങ്ങനെ ഒരുപാട് പ്ലീസ് പറയുമ്പോ ശരി നിന്റെ ഒരു കാര്യം. പ്രിയ പറയും ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ ചേച്ചി എന്ന് പറഞ്ഞ് രാധികനെ കെട്ടിപ്പിടിക്കാണ്. രാധിക പറയും ശരി നീ പോയി കിടന്നുറങ്ങിക്കോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കട്ടില് കയറി കിടക്കാൻ നേരത്തായിരിക്കും കാലിലെ പാദസരം കാണാത്ത ശ്രദ്ധിക്കുന്നത്. അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ തിരയുമ്പോ പ്രിയോട് പറയും എന്റെ ഒരു കൊലുസ് കാണുന്നില്ല, എവിടെ പോയി? പ്രിയ പറയും വെള്ളിക്കൊലുസല്ലേ, അത് പോകുന്നെങ്കിൽ പോട്ടെ. അല്ല എന്നാലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ശരി നീ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ പ്രിയനെ അവിടുന്ന് പറഞ്ഞയക്കാം. രാധിക അപ്പോഴും അവിടെ തെരഞ്ഞതിന് ശേഷം എന്നാലും ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ കല്ലേക്ക് നോക്കിയിരിക്ക. ഇതേ സമയം ആ പാദസരവും കൈ പിടിച്ചോണ്ടാ വരുൺ അവിടെ റൂമിലിരിക്കുന്നത്. അങ്ങനെ അതും കയ്യിൽ പിടിച്ച് സ്വപ്നലോകത്താളെ. അപ്പോഴായിരിക്കും ബൈജു അങ്ങോട്ട് വരുന്നത്. ഡാ
അരുൺ പറയും, ബിജു ഞാനിന്നൊരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, എന്റെ സ്വപ്നത്തിലുള്ള അതേ ഒരു പെൺകുട്ടി, എന്റെ ഡ്രീം ഗേൾ. തനിക്ക് അവളെ കാണണ്ടേ? പിന്നെ കാണണ്ടേ? ഈ നാട്ടിലൊരാളെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ കക്ഷി എനിക്കൊന്ന് കണ്ടേ പറ്റൂ. എങ്കിലും ഇങ്ങോട്ട് കേറുക എന്ന് പറഞ്ഞ് അവിടെ കട്ടിലിരുത്ത ശേഷം ലാപ്ടോപ്പ് എടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുക്ക. ദാ നോക്ക് എന്ന് പറഞ്ഞ് ഫോട്ടോസ് കാണിച്ചു കൊടുക്ക. ഇത് കണ്ട് ബൈജു കിളി പോയ പോലെ വരുന്ന നോക്കുക. കാര്യം എന്താന്ന് വെച്ചാ ഒന്നിലും മുഖം വ്യക്തമല്ല. ഇതിലേതാ ഡ്രീം ഗേള്? ഈ കൊച്ചു പിള്ളേരോ? വരുൺ പറയും, അല്ല ഇതിനിടയ്ക്ക് നിൽക്കുന്നില്ലേ, ദാ ഈ കൊച്ച്, ദാ ഇത് അവളുടെ കണ്ണാ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോ രാധിക വേണ്ടെന്ന് പറഞ്ഞ് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അതില് കണ്ണു മാത്രമേ കിട്ടുന്നുള്ളൂ ആ വിരലിന്റെ ഇടയിലൂടെ. ഈ ഫോട്ടോ കണ്ടിട്ട് ഡ്രൈവർ പറയും, ബെസ്റ്റ്, നന്നായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയിലെ അഗ്രഗണ്യനാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതി ആള് മിടുക്കനായിരിക്കുന്നു. ഇത് ചില ക്യാമറക്കാര് കല്യാണ വീഡിയോ എടുത്തിട്ട് താലികെട്ട് കിട്ടാത്ത പോലെ എന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ചിരിക്കാ. വരുൺ പറയുന്നതേ, കളിയാക്കണ്ട, എന്നെ ഫോട്ടോഗ്രാഫിയെ ആരും പഠിപ്പിക്കാൻ നിൽക്കണ്ട. നീ നോക്കിക്കോ, ഞാൻ അവളെ നേരിട്ട് കാണിച്ചു തരാം. എങ്ങനെ? നീ എവിടെ പോയി തിരയും? ഇന്ന് ഞാൻ പോയില്ലേ, നാളെ നമ്മൾ ഒരുമിച്ച് അവിടെ പോവും. മിക്കവാറും അവളവിടെ നൃത്തം പഠിപ്പിക്കുന്നിടത്ത് തന്നെ കാണും. ബിജു പറയും, അല്ല ഇന്നത്തോടു കൂടി അവള് നൃത്തം വേണ്ടെന്ന് വെച്ചെങ്കിലോ? വരണൊന്ന് കൊടുക്കാൻ തുടങ്ങും. ഡാ അവളുടെ രൂപവും ഭാവവും ഒക്കെ വെച്ചിട്ട് അസലൊരു ഭക്തയാ. അങ്ങനെയാണെങ്കിലേ തൊട്ടടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ അന്വേഷിക്കാം, അവിടെ വെച്ച് കണ്ടുപിടിക്കാം. ബിജു പറയും, അന്വേഷിക്കുവിൻ കണ്ടെത്തുന്നാണല്ലോ, അന്വേഷിച്ചോ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങാ. അല്ലടാ അവൾക്ക് ഇനി അമ്പലത്തിൽ പോകുന്ന ശീലം ഇല്ലെങ്കിലോ? വരുൺ പറയും, ഡാ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്റെ മനസ്സിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കുറിച്ചുള്ള എന്തോ ഒരു കണക്കുകൂട്ടല് എന്റെ മനസ്സിലുണ്ട്. നമുക്ക് നാളെ ഇറങ്ങാം. ആയിക്കോട്ടെ, ഇനിയും ഈ മുഖം പൊത്തി പിടിച്ചിട്ടുള്ള ഫോട്ടോസ് കാണിക്കാനില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് വരുണിനെ ഒന്ന് കളിയാക്കിക്കൊണ്ടാ ബൈജു പോകുന്നത്. വരുൺ അവിടെ ഇരുന്നിട്ട് വിചാരിക്കും, എന്റെ കയ്യിലെ ക്യാമറ കണ്ണ് ഒളിക്കാൻ ഇത്രയും എടുക്കോ എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ആ കൊലുസെടുത്ത് ഇങ്ങനെ നോക്കുക. നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. രാധിക പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഫോണിന്റെ അടുത്തേക്ക് വരിക. അച്ഛനാണെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പ്രിയ ഇങ്ങനെ പതിയെ അവിടെ വന്ന് ഇരിക്കുക. അച്ഛൻ ചോദിക്കും, എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ. അച്ഛൻ എഴുതുന്നത് നോക്കിയിരിക്കായിരുന്നു എന്ന് പറഞ്ഞ് എഴുതുന്നത് നോക്കുന്നുണ്ട്, ഫോണിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ലാൻഡ് ഫോൺ റിങ് ചെയ്യുമ്പോ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു കോൾ എടുക്ക. പ്രിയ പറഞ്ഞ കോളല്ല, അതുകൊണ്ട് അച്ഛന് കൊടുക്ക. ഞാൻ ഇന്ന് ക്ഷേത്രത്തിലേക്കില്ല, കുറച്ച് എഴുത്ത് കണക്കുണ്ട്. താൻ എന്നെ കാത്ത അവിടെ നിക്കാം? വേണ്ട ഇങ്ങോട്ട് വരണ്ട, ഞാൻ മോളെ അങ്ങോട്ട് അയക്കാം. ഇത് കേൾക്കുന്ന രാധിക ഞെട്ടിപ്പോവാ. അച്ഛൻ പറയും, ശങ്കരനാ, അയാൾക്ക് കുറിക്യാഷ് കൊടുക്കാനുണ്ട്, എന്നെ തിരക്കി അമ്പലത്തിൽ വന്ന് നിൽക്ക. ഞാനത് ഓർത്തില്ല, മോള് വന്നേ എന്ന് പറഞ്ഞു വിളിച്ച് പൈസ എടുത്ത് കൊടുക്ക. അമ്പലത്തിന് മുന്നിൽ തന്നെ നിൽപ്പുണ്ട്, മോൾ ഇത് കൊണ്ടുപോയി കൊടുക്ക്. രാധിക ആകെ ടെൻഷനാവും. അല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയച്ചാ, മോളെ ഒരു അത്യാവശ്യത്തിന് വിളിച്ചതാ, കൊടുക്കാൻ പറഞ്ഞ സമയത്ത് കൊടുക്കണ്ടേ? മോൾക്കിപ്പോ എന്താ പോകാൻ ബുദ്ധിമുട്ട്? അടുക്കളയില് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. മുത്തശ്ശി എന്നിട്ടേക്കും, അടുക്കളയിൽ എന്ത് ജോലി ഉണ്ടെന്നാ? അതിനിപ്പൊ തന്നെ ചെയ്തില്ലെങ്കിൽ എന്തേ പറ്റില്ലേ? ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കണം, എന്തിനുണ്ടൊരു തർക്കുത്തരം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അച്ഛൻ പറയും, അമ്മ വഴക്കു പറയണ്ട, അവള് പൊയ്ക്കോളും, മോള് ചെല്ലേ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുമ്പോ രാധിക അത് വാങ്ങിച്ച് നടക്കാൻ പറ്റണില്ല, എന്നാലും പതിയെ നടക്ക. എന്നിട്ടിങ്ങനെ അവിടെ തന്നെ നിന്ന് ഫോണിലേക്കൊക്കെ നോക്കുന്നത് മുത്തശ്ശി ശ്രദ്ധിക്ക. അച്ഛൻ പറയും, ആ മോളെ പൂജ കഴിഞ്ഞാ പ്രഭാകരനെ കൂടി കണ്ടോളൂ. അങ്ങനെ രാധിക പോയി കഴിഞ്ഞാ മുത്തശ്ശിക്കും വീണ്ടും വീണ്ടും അവളെ എന്തിനാ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തേക്ക് പറഞ്ഞയക്കുന്നേ? ആൾക്കാർ പറഞ്ഞതൊക്കെ മറന്നോ? ദേവനാരായണൻ പറയും, ആൾക്കാർ അങ്ങനെയൊക്കെ പറയും, പക്ഷെ അവളുടെ മനസ്സ് അതെനിക്കറിയാമേ. ഇതൊന്നും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുഖം കനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ശേഷം പിന്നീട് വരുൺ രാധിക ഡാൻസ് പഠിപ്പിച്ച ആ ഭാഗത്തേക്ക് വന്നിരിക്കുക. കാറിലെ ഡ്രൈവറും ഉണ്ട്. ക്യാമറയിൽ കുറെ പക്ഷികളുടെയൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോ ഡ്രൈവറേക്കും, അല്ല ആ കുട്ടി ആകാശത്താണോ? അല്ല അങ്ങോട്ടാണല്ലോ നോട്ടം. അപ്പോഴേക്ക് വരുൺ ആ അരുവിയുടെ അവിടേക്ക് ചെല്ലാണ്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കും. ബൈജു ചോദിക്കും, എന്താടാ? വരുൺ പറയും, ദാ ആ സ്ഥലം കണ്ടോ? അവിടെ വെച്ചാ ഞങ്ങൾ തമ്മിൽ കണ്ടത്. ബൈജു പറയും, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വരുൺ പറയും, വാ. ബൈജു ചോദിക്കും, അല്ല എന്താ അവിടെ പോയി ഇരിക്കാനാണോ പരിപാടി? അല്ല, അതിനൊന്നും അല്ലടാ, ഞാൻ എങ്ങനെയാ അവളെ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് പോവാ. ഈ സമയം അവിടെ ഒരാള് മീൻ പിടിക്കുന്നുണ്ട്, ചൂണ്ടയിലിട്ടുണ്ട്. വരുണ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഏട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടിയില്ലേ, അവളറിയോ? അപ്പൊ അയാൾ പറയും, ഇവിടെ ഒരുപാട് പേര് ഡാൻസ് കളിക്കാറുണ്ട്, അതിലാരാ? പേരെന്താ? വരുൺ പറയും, അത് ചേട്ടാ പേരൊന്നും അറിയില്ല, കാണാൻ നല്ല ചന്തമുള്ള കുട്ടിയാ, നല്ല വിടർന്ന കണ്ണുകളൊക്കെ ആയിട്ട്. അത് കേൾക്കുമ്പോ തന്നെ അയാൾ ഇങ്ങനെ വരുണിനെ തുറച്ചു നോക്കുക. വരുണൊന്ന് ഭയക്കുന്നുണ്ട്. ബൈജു പറയും, ആ പെണ്ണിന്റെ കണ്ണുവിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആ ചേട്ടന്റെ കണ്ണുപോയ പോക്കുണ്ടോ? ഈ അന്വേഷണം മിക്കവാറും കൊള്ളാവാൻ സാധ്യതയുണ്ട്. വരുൺ പറയും, ഡോ നെഗറ്റീവ് പറയാതെടാ. അപ്പൊ വരുൺ വയ്ക്കും, ചേട്ടാ ഇവിടെ ഏതെങ്കിലും പെൺകുട്ടികള് കൊലുസ് നഷ്ടപ്പെട്ടതായിട്ട് അന്വേഷിച്ച് നടക്കുന്നത് കണ്ടോ? ഇല്ല. ആരെങ്കിലും ഒറ്റ കൊലുസിട്ട് പോകുന്നത് കണ്ടായിരുന്നോ? ഇല്ലാന്ന് പറഞ്ഞില്ലേ? അയാൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും വേറൊരാള് വരിക. ആരുടെ രാഘവ എമ്മര്? രാഘവൻ പറയും, അറിയില്ല, ഒറ്റ കൊലുസിട്ടുള്ള ഒരു പെണ്ണിനെ തേടി ഇറങ്ങിയതാ.
അയാൾ പറയും ഇവന്മാർക്ക് ഇപ്പൊ ഇതൊരു സ്ഥിര ഏർപ്പാടാ, ക്യാമറ എടുക്കുന്ന കണ്ടില്ലേ, ഫോട്ടോ എടുത്തോണ്ട് പോയാ ഏതൊക്കെ രീതിയിലാക്കുന്ന ആർക്കറിയാം. വരുൺ പറയും അയ്യോ ചേട്ടാ ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ല. വരുൺ പറയും ദാ ആ ഒറ്റക്കൊലുസിന്റെ ബാക്കി എന്റെ കയ്യിലുണ്ട്, ദാ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും വേറൊരാൾ വരും. എന്താ? ഒന്നുമില്ല. അപ്പോ ചൂണ്ടലിടുന്ന ആള് പറയും വെറുതെ ഇവിടുന്ന് അടി വാങ്ങിച്ചു കൂട്ടാണ്ട് പോവാൻ നോക്ക്, പോടാ എന്നിങ്ങനെ എല്ലാരും പറയുമ്പോ ഞങ്ങള് പോയേക്കാം എന്ന് പറഞ്ഞ് വരുൺ അവിടുന്ന് പോവാൻ തുടങ്ങാ. ഭൈജു പറയും അവന്റെ ഒരു നാടൻ പെൺകുട്ടി, നാടൻ കണ്ണുകള്, ഹസല് തല്ല് കിട്ടിയനെ. വരുൺ പറയും അങ്ങനെയൊന്നും പോവാനേ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഭൈജുക്ക് നല്ല വാശിയാണല്ലേ, കിട്ടിയിട്ടേ പോവുള്ളൂ. വരുൺ പറയും എടാ അവൾ അമ്പലത്തിലുണ്ടാവും, നമ്മൾ അവളെ കണ്ടുപിടിക്കുകയും ചെയ്യും, നീ വന്നേ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഭൈജു പറയും ഇവൻ തല്ല് വാങ്ങിച്ചു തരും എന്നും പറഞ്ഞുകൊണ്ടാ കാറിൽ കയറി പോകുന്നത്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീട്ടിലാണേ. അച്ഛനിങ്ങനെ കണക്കൊക്കെ എഴുതാണല്ലോ. അപ്പൊ വീണ്ടും ഫോൺ ബെല്ലടിക്കുക. അങ്ങനെ അച്ഛൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യാ. ഇപ്പൊ വിളിക്കുന്നതാണ് ഓഡീഷനിൽ നിന്ന് വരുന്ന കോള്. പ്രിയങ്കയുടെ വീടല്ലേ? അതെ. അപ്പൊ അയാള് പറയും പ്രിയങ്കയെ ഒന്ന് വിളിക്കോ, അവള് ക്ലാസ്സിന് പോയിരിക്കുകയാണല്ലോ. ആരാ? അപ്പോൾ പറയും പ്രിയങ്ക വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണം, നാളെ ഫൈനൽ ഓഡീഷൻ ആണെന്ന്, സ്റ്റുഡിയോയിലേക്ക് ഒന്ന് എത്തണം എന്ന് പറയണം. അച്ഛൻ ചോദിക്കും സ്റ്റുഡിയോയിലോ എന്തിനാ? അയാൾ പറയും പ്രിയങ്ക അടുത്ത പടത്തിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്, അതിന്റെ ഫോട്ടോഷൂട്ടിന്റെ ഫൈനൽ സെക്ഷനാ. അച്ഛൻ പറയും അതെ നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും, എന്റെ മോള് പ്രിയങ്ക ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. നമ്പർ മാറിയിട്ടില്ല. പ്രിയങ്കയുടെ അച്ഛൻ ക്ഷേത്രത്തിലെ പൂജാരിയല്ലേ? അതെ. എന്നാ ഇത് തന്നെ. പ്രിയങ്ക കഴിഞ്ഞ തവണ ഓഡീഷനിലും പങ്കെടുത്തായിരുന്നു, അത് ഓക്കെ ആവുകയും ചെയ്തു, നിങ്ങളോട് പറഞ്ഞില്ലേ? അച്ഛൻ പറയും ഇല്ല. അത് ചിലപ്പോ സർപ്രൈസ് ആയിട്ട് വെച്ചതായിരിക്കും. എന്തായാലും മഹാഭാഗ്യ കൈവന്നിരിക്കുന്നേ. പ്രിയങ്ക വരുമ്പോ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയണം. ഓക്കെ എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യാം. ഈ കേട്ടതും പറഞ്ഞൊന്നും അച്ഛൻ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. യശോദേ എന്ന് ഉച്ചത്തില് നീട്ടി വിളിക്കുക. എന്താ എന്ന് വെച്ച് യശോദയും മുത്തശ്ശിയും വരിക. അച്ഛൻ പറയും നമ്മുടെ മോൾ പ്രിയങ്കയ്ക്ക് ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തത്. യശോദയ്ക്കും എന്താ കാര്യം? അവളെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിരുന്നു, അവളെ അതിന് തെരഞ്ഞെടുത്തു എന്നുള്ള മഹാഭാഗ്യം പറയാനാ എന്നെ വിളിച്ചത്. ഇത് കേൾക്കുന്ന അമ്മയും മുത്തശ്ശിയും ഞെട്ടുക. സിനിമയിലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ അമ്മ പറയും അവർക്കിനി നമ്പർ വല്ലതും മാറിയതായിരിക്കോ? ക്ഷേത്രത്തിലെ പൂജാരി ദേവനാരായണന്റെ മകൾ പ്രിയങ്ക എന്ന് പറയുന്നത് നമ്മുടെ മോള് തന്നെ അല്ലേ? അവർക്ക് തെറ്റിയിട്ടൊന്നുമില്ല. കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് കോലം കെട്ടി ഇറങ്ങുന്നത് ഇതിനൊക്കെയാ. തന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ, അതോ താനും എന്നെ അറിയിക്കേണ്ടെന്ന് വെച്ചതാണോ? യശോദ പറയും ഈശ്വരനാണ് സത്യം, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മുത്തശ്ശി പറയും അവൾ അങ്ങനെ അതിനൊന്നും പോവില്ല, പിന്നെ പറഞ്ഞു വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് രാധികയായിരിക്കും. അച്ഛനങ്ങ് ദേഷ്യം വരും. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? രാധികയുടെയും പ്രിയങ്കയുടെയും ഒക്കെ സ്വഭാവം എനിക്ക് വേർതിരിച്ചറിയാം, ഇങ്ങ് വരട്ടെ അവൾ, എന്താ വേണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യത്തിൽ അവിടുന്ന് പോവാ. ഇതേ സമയം രാധികയെ അന്വേഷിച്ച് വരുൺ ക്ഷേത്രത്തിലേക്ക് വരികയാണേ. ഭൈജു പറയും ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നല്ലേ പറഞ്ഞത്? വരുൺ പറയും അതെ, കൃഷ്ണന്റെ അമ്പലം. അപ്പൊ പിന്നെ സംശയിക്കേണ്ട, അവിടെ തന്നെ കാണും എന്ന് പറഞ്ഞു നിൽക്കുമ്പോണ്ടാവും രാധിക അങ്ങോട്ട് വരുന്നേ. അങ്ങനെ വീണ്ടും അവര് കാണാൻ തുടങ്ങാം. അപ്പൊ അവരുടെ ഈ കണ്ടുമുട്ടലൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്